നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം കൊലപാതകം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അക്രമികളെക്കുറിച്ച് സൂചന ലഭിച്ചില്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ പൊലിമ കുറച്ച് സഹപാഠികൾക്ക് ചികിത്സാ സഹായം സ്വരൂപിച്ച് പാപ്പിനിവട്ടം AMUP സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ജനജാഗ്രതാ സദസ്സ്. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് ഞായറാഴ്ച രാത്രിയുണ്ടായ മുഖംമൂടി ആക്രമണത്തിന് പിന്നിൽ എന്താണ് കാരണമെന്നതിലും ആരാണ് അക്രമികളെന്ന കാര്യത്തിലും യാതൊരു സൂചനയുമായില്ല. രാത്രി 10 മണിയോടെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു. കാട്ടൂർ സ്വദേശി തളിയപ്പാടത്ത് വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ നവാസ് എന്ന 37-കാരനാണ് മരിച്ചത്. തലയിലും ദേഹത്തും കാലിലും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ ഇയാൾ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലാണ് മരിച്ചത്. വിദേശത്തായിരുന്ന നവാസ് നാട്ടിലെത്തിയ ശേഷം 1.5 വർഷത്തോളമായി പെരിഞ്ഞനത്തെ ഭാര്യ വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 3 പീടികയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള പഴയ താമസ സ്ഥലത്തെ കൂട്ടുകാരുമൊത്ത് ഇരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. അയൽവാസികളും സുഹൃത്തുക്കളുമായ മുള്ളക്കര രമേശ്, പെരിങ്ങാത്ത് സുബ്രഹ്മണ്യൻ, ആനക്കോട്ട് സതീശൻ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇതിൽ രമേശിനും സുബ്രഹ്മണ്യനും വെട്ടേറ്റിട്ടുണ്ട്. സുബ്രഹ്മണ്യന് കാലിലും രമേശിന് തലയിലും കാലിലുമാണ് പരിക്കുള്ളത്. ഇവർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെട്ടേറ്റ് കാലിലെ വിരൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ സുബ്രഹ്മണ്യൻ തൊട്ടടുത്തുള്ള രമേശിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി വിവരം പറയുകയായിരുന്നു. വീട്ടുകാർ സ്ഥലത്തെത്തിയ ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അക്രമികളെ കണ്ട് ഓടി രക്ഷപ്പെട്ട സതീശന് കയ്യിൽ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷിയാണ് ഇയാൾ. എന്നാൽ അക്രമികളെ കണ്ട് ഭയന്നോടിയ ഇയാൾക്ക് കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. സംഭവത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് സതീശൻ സ്ഥലത്തെത്തിയത്. ഇവർ ഇരുന്നിരുന്ന വീടിന്റെ പിൻഭാഗത്ത് നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആയുധങ്ങളുമായി ഓടിയെടുക്കുന്നത് കണ്ടുവെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അക്രമികളെ കണ്ടയുടനെ താൻ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. അതേസമയം മരിച്ചയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ സംഭവം രാഷ്ട്രീയമല്ലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് കാരണമെന്നതിലും ആരാണ് അക്രമികൾ എന്ന കാര്യത്തിലും പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. സംഭവം അറിഞ്ഞ് ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. സിമിയാണ് മരിച്ച നവാസിന്റെ ഭാര്യ. നസ്ന, നിഹാൽ എന്നിവർ മക്കളാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ കാട്ടൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് കാട്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. പെരിഞ്ഞനത്ത് കൊലപാതകം നടത്തിയത് വളരെ ആസൂത്രിതമായാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു. കൊല നടന്ന സ്ഥലത്തെ വീടും പരിസരങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. കൊല്ലപ്പെട്ട നവാസ് ഉൾപ്പെടെയുള്ള സംഘം മിക്ക ദിവസങ്ങളിലും വീടിനു മുന്നിലെ മണൽ കൂമാരത്തിൽ ഇരിക്കാറുണ്ടെന്ന വിവരം മനസ്സിലാക്കി വീടിന്റെ പുറകിലെ പൊന്തക്കാടുകളും ഇവിടേക്കുള്ള ഇടുങ്ങിയ വഴികളും കൃത്യമായി പഠിച്ച ശേഷമാണ് ആക്രമണം നടത്തിയിട്ടുള്ളതെന്നും വ്യക്തമാണ്. പണി പൂർത്തിയാകാത്ത വീടിന്റെ പിൻഭാഗത്തെ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന അക്രമി സംഘം രാത്രി പരിസരത്തെ റോഡിൽ ആളൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം പിൻഭാഗത്തെ വഴിയിലൂടെ തന്നെ രക്ഷപ്പെട്ട സംഘം പുറത്തെവിടെയോ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി കടന്നുകളയുകയായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. 3 പീടികയിൽ വാച്ച് കട നടത്തുന്ന ഇക്ബാൽ എന്നയാളുടെ മകളെയാണ് കൊല്ലപ്പെട്ട നവാസ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഇക്ബാലിന്റെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് നവാസ് ഭാര്യ വീട്ടിൽ താമസമാക്കിയത്. 3 പീടികയിലെ വാച്ച് കടയിൽ തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു നവാസ്. എന്നാൽ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുമായും സംഘടനയുമായും ബന്ധമില്ലെന്നും ആരുമായും ശത്രുതയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ആക്രമണം നടക്കുമ്പോൾ മണൽക്കൂനയിൽ ഉണ്ടായിരുന്നവരെ കൂടാതെ മറ്റു ചിലരും ഇവിടെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഇതിനാൽ അക്രമികൾക്ക് ആളെ മാറി കൊല നടത്തിയതാകാനിടയുണ്ടെന്നും പോലീസിന് സംശയമുണ്ട്. മറ്റ് സൂചനകളൊന്നും ലഭിക്കാത്തതിനാൽ മരിച്ച നവാസിന്റെ മൊബൈൽ കോൾ വിവരങ്ങൾ ശേഖരിച്ച് ഇത് പിന്തുടർന്ന് അന്വേഷണം നടത്താനാണ് പോലീസ് ആദ്യം ശ്രമിക്കുന്നത്. തീരദേശ മേഖലയിൽ ഈയിടെയുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും.
പെരിഞ്ഞനത്തെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെയും ഈയിടെ സോഡാ കുപ്പിയേറുണ്ടായിരുന്നു. ഇതിലെ പ്രതികളെ ഇനിയും പിടികൂടിയിട്ടുമില്ല. ഞായറാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള രമേശ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഓഡിറ്റിംഗ് വിഭാഗത്തിലെ ജോലിക്കാരനാണ്. സുബ്രഹ്മണ്യൻ തെങ്ങുകയറ്റ തൊഴിലാളിയും സതീശൻ വാദ്യകലാകാരനുമാണ്. ഇവർക്ക് ഒരാൾക്ക് പോലും നാട്ടിൽ ശത്രുക്കളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ പോലീസ് ഡോഗ് സ്ക്വാഡിലെ നായ സംഭവം നടന്ന മണൽക്കൂനയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ പിൻഭാഗത്തേക്കാണ് ഓടിയത്. ഈ പ്രദേശത്തെ പൊന്തക്കാടുകളിലും 3 കുളങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും പോലീസ് സയന്റിഫിക് ടീമും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടെ IG S ഗോപിനാഥും IPS ഓഫീസറായ RB കൃഷ്ണ, DYSP PA വർഗീസ് എന്നിവരുൾപ്പെടെയുള്ള ഉന്നത സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. പെരിഞ്ഞനത്തെ മുഖംമൂടി ആക്രമണത്തെയും കൊലപാതകത്തെയും കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ സ്ഥലത്തെത്തിയ IG S ഗോപിനാഥാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. കൊടുങ്ങല്ലൂരിൽ തിങ്കളാഴ്ച ചുമതല ഏറ്റെടുത്ത സർക്കിൾ ഇൻസ്പെക്ടർ KJ പീറ്ററിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. കോസ്റ്റൽ CI N മുരളീധരൻ, SI മാരായ PK പത്മരാജൻ, MK രമേശ്, സൂരജ് P ദേവ്, ASI മാരായ ടോണി ഫ്രാൻസിസ്, സിവിൽ പോലീസ് ഓഫീസർ CR പ്രദീപ് എന്നിവരുൾപ്പെടുന്നതാണ് അന്വേഷണ സംഘം. കയ്പമംഗലം കൊപ്രക്കളത്തെ അനധികൃത വിദേശ മദ്യ ഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മദ്യഷാപ്പ് അടയ്ക്കാൻ മെമ്മോ നൽകണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയതായും കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് KF ഡൊമിനിക്, മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ്, KPCC അംഗം PA മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, CJ ജോഷി, മണി ഉല്ലാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റെസ്റ്റോറന്റ് നടത്താൻ മാത്രമാണ് കൊപ്രക്കളത്തെ സ്ഥാപനത്തിന് നേരത്തെ ലൈസൻസ് നൽകിയത്. എന്നാൽ റെസ്റ്റോറന്റ് ലൈസൻസിന്റെ മറവിൽ ഹെറിറ്റേജ് ഹോട്ടൽ എന്ന ലേബലിൽ ഒരു ഹോട്ടലും മറ്റൊരു കെട്ടിടത്തിൽ അനധികൃതമായി വിദേശ മദ്യഷാപ്പും നടത്തുകയാണ് ഉടമ ചെയ്യുന്നത്. അപേക്ഷ സമർപ്പിച്ച് ഒരു റെസ്റ്റോറന്റ് നടന്നു വന്നിരുന്നു. പക്ഷേ ആ റെസ്റ്റോറന്റിന്റെ മറവിൽ ഹെറിറ്റേജ് ഹോട്ടൽ എന്ന് സർക്കാരിൻ്റെ മറ്റോ ഒക്കെ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും അതിനു പുറമെ അനധികൃതമായിട്ടുള്ളൊരു മദ്യ വിൽപ്പനശാലയും അവിടെ നടത്തി വരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നിയമവിരുദ്ധമായിട്ടും പഞ്ചായത്ത് അറിയാതെയും നടത്തുന്ന ഈ നടപടിയിൽ പഞ്ചായത്ത് ശക്തമായി എതിർക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും മാത്രമല്ല പഞ്ചായത്ത് ഭരണം കോൺഗ്രസ് ഭരിക്കുന്നൊരു പഞ്ചായത്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് KPCCയുടെ പ്രത്യേക നിർദ്ദേശം കൂടി ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മദ്യ വിൽപ്പനശാല പോലെയുള്ള മദ്യ ഷോപ്പുകൾ പഞ്ചായത്ത് പ്രദേശത്ത് നടപ്പിലാക്കുന്നത് തടയണമെന്നുള്ള ഒരു അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കയ്പമംഗലം കൊപ്രക്കളത്തെ അനധികൃത മദ്യശാലയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സത്യാഗ്രഹ സമരം 50 ദിവസം പിന്നിട്ടു. നടുലുവീട്ടിൽ മരിയ ബാറിന്റെ അനധികൃത പ്രവർത്തനം നിർത്താൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കെ സമരം ഹൈജാക്ക് ചെയ്യാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതായി വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ബാർ സ്ഥിതി ചെയ്യുന്ന 4-ാം വാർഡിലെ ജനങ്ങൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ഗ്രാമസഭായോഗം വിളിച്ചത്. ഈ ഗ്രാമസഭയെ തുടർന്ന് ബാറിനെതിരെ നടപടിയെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർബന്ധിതരാവുകയായിരുന്നു. സമരത്തിന് തുടക്കം മുതലേ ജനപിന്തുണ ദൃശ്യമായിരുന്നു. വ്യത്യസ്ത ആശയക്കാരായ ആളുകൾ പൊതുനന്മയ്ക്കായി ഒന്നിച്ചതോടെ സമരം കണ്ടില്ലെന്ന് നടിക്കാൻ അധികൃതർക്ക് കഴിയാതായി. ഈ ജാള്യം മറച്ചുവെക്കാനാണ് പുതിയ അവകാശവാദങ്ങളുമായി ചിലർ രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പുതിയകാവ്, സെക്രട്ടറി TR ഷാജി എന്നിവർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 1/2 ഏക്കറോളം സ്ഥലത്ത് കരനെൽ കൃഷി നടത്തി ദമ്പതികൾ മാതൃകയായി. കയ്പമംഗലം കൂരിക്കുഴി സലഫി നഗറിലെ കോടമ്പി ജമാലുദ്ദീനും ഭാര്യ ഷാജിദയുമാണ് വീട്ടുമുറ്റത്തും പറമ്പിലുമായി നെൽകൃഷി വിജയിപ്പിച്ചത്. കയ്പമംഗലം കൃഷിഭവൻ മുഖേന നൽകിയ ജ്യോതി വിത്ത് ഉപയോഗിച്ച് നടത്തിയ കൃഷിയിൽ 100 മേനിയാണ് വിളവ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ KK വിജയൻ സന്നിഹിതനായിരുന്നു. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെ കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
കൂളിമുട്ടം പൊക്ലായ് സെന്ററിൽ നടന്ന ജനജാഗ്രതാ സദസ്സ് സാഹിത്യ നിരൂപകനും കോൺഗ്രസ് നേതാവുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ജാഗ്രതയോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ സദസ്സിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ ജനത ജാഗ്രതയോടുകൂടി നിൽക്കണം അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ നമുക്ക് അന്വേഷിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും നാം രാഷ്ട്രീയത്തിലെ അനവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളും കേരളത്തിന് പുറത്തു വരുന്ന മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ശ്രദ്ധിച്ചാൽ രണ്ട് രാഷ്ട്രീയമാണ് ഇന്ന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചേരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് മതിലകം മണ്ഡലം പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷനായിരുന്നു. KF ഡൊമിനിക്, PN ബാലകൃഷ്ണൻ, CS രവീന്ദ്രൻ, ഇന്ദിര രാധാകൃഷ്ണൻ, KM ജോസ്, AK ഭരതൻ, OA ജെൻഡ്രിൻ, PK റഫീഖ്, സുനിൽ P മേനോൻ, MK ബാലൻ, TK വിശ്വനാഥൻ, ബർക്കത്ത് അലി റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം കാളമുറിയിലാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PA മുഹമ്മദ് അലി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ CG ചന്ദാമരാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. KF ഡൊമിനിക്, KB അനിൽകുമാർ, KD നീലാംബരൻ, MG ചന്ദ്രൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനിത ബാബു, CJ ജോഷി, MV രാജൻ മാസ്റ്റർ, സേനുലാബ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.